കൃഷ്ണഗിരി പശു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ചിന്താമണി പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഇടിവെട്ടിയ ഒരു ഫീലിംഗ് ആണ്. ഒന്നുമില്ല, ഒരു ഉറുപ്പിൽ കുറച്ചൊരു കടിഞ്ഞുലിനെ സ്വപ്നം കാണാൻ പറ്റില്ല. ഇതൊരു പാഷൻ ആയതുകൊണ്ട് ഞാനൊരു 1000-2000 കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കൊടുക്കും. എനിക്ക് പിന്നെ വണ്ടി വാടകയും ഈ പശുവിൻ്റെ വില. ഞായറാഴ്ച എന്ന് പറഞ്ഞത് ഇപ്പോൾ എൻ്റെ കസ്റ്റമേഴ്സ് കൂടുതലായത് കാരണം ഞാനിപ്പോൾ ഓടി കച്ചവടം ചെയ്യേണ്ട അവസ്ഥയാണ്. 6 മാസം ആകുമ്പോഴത്തേക്ക് ഈ സൈസ് എത്തിയ കുട്ടികളാണത്. അതല്ലേ 6 മാസം പ്രായമായിട്ടുള്ളൂ. മലയാളികൾ പോയി ഏറ്റവും കൂടുതൽ വിലയ്ക്ക് പശുക്കളെ വാങ്ങുന്ന സ്ഥലം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയാണ്. കൃഷ്ണഗിരി പശുക്കൾക്ക് പൊതുവെ ഒരു മോഹവിലയാണ്. പക്ഷേ കൃഷ്ണഗിരി പശുക്കൾ ഏറ്റവും വിലക്കുറവിൽ കേരളത്തിൽ എങ്ങനെ കൊടുക്കാൻ പറ്റും? അല്ലെ, നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഒരുപാട് പശുക്കളെയാണ് നമ്മൾ എടുക്കുന്നത്. ഒരുപാട് പശുക്കൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഷെഡിൽ തന്നെ 10-40 പശുക്കളുണ്ട്. അപ്പൊ നമ്മൾ ഇത് 1 ലോഡ് 2 ലോഡ് ആയിട്ടാണ് വരുന്നത്. 10-15 എണ്ണം വരെ വരുന്നുണ്ട്. വലിയ വണ്ടിക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ 2 ലോഡ് കൊണ്ടുവരും. അപ്പൊ നമ്മൾ അവിടെ വീടുകളിൽ പോയിട്ട് എടുക്കുന്നത്, ഫാമുകളിൽ പോകുന്നില്ല. ഒരു ഫാമുകളിലും പോകത്തില്ല. ഇതൊക്കെ ഓരോ വീടുകളിൽ കയറി തന്നെ എടുക്കുന്നതാണ്. വീടുകളിൽ കയറി തന്നെ എടുക്കുന്നത്. വീട്ടുകാർ നമുക്ക് എന്ത് ചെയ്യും, പശു ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ വീഡിയോ ഫോട്ടോ എല്ലാം ഇട്ട് തരും. കാരണം ഇപ്പൊ ഞാൻ ഏകദേശം അവിടെ അവിടെയുള്ള ബ്രോക്കർ അവർക്ക് ആശ്രയിക്കേണ്ടി വരുന്നില്ല. ഫുള്ള് എനിക്കാണ്, എന്നെ തന്നെ നേരിട്ട് വിളിക്കുകയാണ്. അപ്പൊ എന്താ പറഞ്ഞാൽ അവിടെ ഇപ്പൊ കൃഷ്ണഗിരി പശു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ചിന്താമണി പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഇടിവെട്ടിയ ഒരു ഫീലിംഗ് ആണ്. ഇത്ര വില കാരണം ഇതുപോലെ ഈ ഒരു സംഭവം പറഞ്ഞു ഒന്നിന് മേളിലുള്ള കഥ അവർ പറയുള്ളൂ. ഞങ്ങൾ കിടക്കുന്നുണ്ടോ ഈ സൈസ് മുതലൊക്കെ ഇതെല്ലാം കൃഷ്ണഗിരി പോയി കഴിഞ്ഞാൽ 90 കുറച്ചോടെ ഒരു പശു ഇല്ലാതെ തന്നെ പറയേണ്ടി വരും. 90 ഒരു ഉറുപ്പിൽ കുറച്ചൊരു കടിഞ്ഞുലിനെ സ്വപ്നം കാണാൻ പറ്റില്ല. ഞാൻ കടിഞ്ഞൂൽ ജേഴ്സി എന്നോട് 1.10 ചോദിച്ചിട്ടുണ്ടാണ്. ഒരു മെയിൻ ഫാം 1.80 നമ്മുടെ കൺമുമ്പിൽ വെച്ചിട്ട് ഞാനിതെങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് 1.80-ന് 2-ന് ഒക്കെ വിറ്റ് പോണത്. അപ്പൊ ഞാൻ എന്താ പറഞ്ഞ ഈ വീടുകളിൽ നിന്ന് എടുക്കുന്നത് കൊണ്ട് എനിക്ക് കർഷകർ ഡയറക്റ്റ് ആയിട്ട് ഒരു മാർക്കറ്റിൽ തരുന്നുണ്ട്. ഇതൊരു പാഷൻ ആയതുകൊണ്ട് ഞാനൊരു 1000-2000 കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കൊടുക്കും. എനിക്ക് പിന്നെ വണ്ടി വാടകയും ഈ പശുവിൻ്റെ വില. അപ്പോൾ ഏകദേശം ഇപ്പോൾ അവിടുത്തെ ഇവിടുത്തെ നോക്കുമ്പോൾ നമ്മുടെ കർഷകർ തന്നെ പറയുന്നുണ്ട് കൃഷ്ണഗിരി പശു അതിലും വില കുറച്ച്. ഇന്ന് രാവിലെ ഇവിടുത്തെ കച്ചവടം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി. കാരണം കൃഷ്ണഗിരി പോകേണ്ട കാര്യം വരുന്നില്ല. കൃഷ്ണഗിരിയിൽ മെയിനായിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം വണ്ടിക്കാശ്, അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന വണ്ടിക്കാശ്. പശുവെ തന്നെ നല്ലൊരു വില വ്യത്യാസം വരുന്നുണ്ട്. ഈ ടൈപ്പ് ജേഴ്സി പശു കൃഷ്ണഗിരിയിലുള്ള വില നിങ്ങൾ ഒരു തവണ പോയിട്ടുള്ള ഒരു കർഷകനാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ ബാക്കിയുള്ളവർക്കൂടെ മനസ്സിലാവും. കാരണം എൻ്റെ എക്സ്പീരിയൻസിൽ നല്ല കിടിലം വില കൊടുത്താലേ ഇതുപോലുള്ള പശുക്കളെ അവിടെ കിട്ടത്തുള്ളൂ. ഇതൊക്കെ എത്രാമത്തെ പ്രസവത്തിലുള്ളതാണ്? രണ്ടാമത്തെ പ്രസവത്തിലുള്ളതാണ്. കടിഞ്ഞൂലാണെന്നുണ്ടെങ്കിൽ വില കൂടുമെന്ന് എനിക്ക് തോന്നുന്നു. വില കൂടില്ല, പക്ഷെ നമുക്കെല്ലാം അവിടെ അത്യാവശ്യം നല്ല റേറ്റ് തന്നെ കൊടുക്കും. കാരണം അവിടെ ഒരു കമ്മീഷൻ പോകുന്നില്ല. ഒരു കമ്മീഷനും ഇല്ല. ഇത് ഞാൻ ഡയറക്റ്റ് പോയി എടുത്തു, ഞാൻ ഡയറക്റ്റ് കൊടുന്നു. ഇവിടെ ഞാനും കമ്മീഷൻ ആർക്കും കൊടുക്കണ്ടല്ലോ. എന്റെ കസ്റ്റമേഴ്സ് ഡയറക്റ്റ് എന്റെ അടുത്ത് വന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് എവിടെ ഒരു പൈസ ഇതില്ല. ഇത് കമ്മീഷന്റെ ഒരു പരിപാടി സാധാരണ ഒരു ഫാമിൽ കയറി അല്ലെങ്കിൽ ഒരു കെട്ടുതറന്ന് പശുവിനെ എടുക്കുമ്പോഴത്തേക്കും കെട്ടുതറക്കാരന്റെ മാർജിനും എല്ലാം കൂടെ ആയി പോകുമ്പോ പിന്നെ വില അങ്ങോട്ട് നല്ല രീതിയിൽ കയറി പോകും. കർഷകന്റെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് പശുവിന് ഒത്തിരി വിലയായിരിക്കും. ശരിക്കും നമ്മുടെ കയ്യിൽ എപ്പോഴും എത്ര സ്റ്റോക്കാണ്? ഒരു 10-40 പശു എപ്പോഴും ഉണ്ടാവും. വളാഞ്ചേരി ഫാമിൽ എപ്പോഴും ഒരു 40 പശു. വളാഞ്ചേരി ഫാമിൽ സ്മിതയെ കാണണമെങ്കിൽ എപ്പോ? ഞാൻ ഞായറാഴ്ച മാത്രമാണ് ഇവിടെ വരുന്നത്. പക്ഷേ ഞായറാഴ്ച എന്ന് പറഞ്ഞത് ഇപ്പോൾ എൻ്റെ കസ്റ്റമേഴ്സ് കൂടുതലായത് കാരണം ഞാനിപ്പോൾ ഓടി കച്ചവടം ചെയ്യേണ്ട അവസ്ഥയാണ്. കാരണം പാലക്കാട് നമുക്ക് ഓൾറെഡി 2 ഫാമുണ്ട്. പിന്നെ ഒന്ന് കുഴൽമന്നം എന്ന് പറയും, കുഴൽമന്നം ചിതളി എന്ന് പറയുന്ന സ്ഥലത്താണ്. പിന്നെ നമ്മുടെ കൊഴിഞ്ഞാമ്പാറ അത്തിക്കോട്. ഇവിടെയാണ് ഈ റോഡ് സൈഡ് തന്നെയുള്ള ഫാം തന്നെയാണ്. അവിടെ ഞാൻ ഒരു 25 മാക്സിമം 20-25 ആ പശു അവിടെ ഉണ്ടാവും. 2 ഫാമിലും ഒരു 20-25 എണ്ണം ഉണ്ടാവും. അതേപോലെ തന്നെ ഇവിടെ ഒരു 40 പശു ഉണ്ടാവണം. കാരണം നമ്മളെ വിശ്വസിച്ച് വരുമ്പോൾ അവർക്ക് ചെറുതും വേണം വലുതും വേണം. നമ്മൾ നാട്ടുകാരെയും കൂടെ വിശ്വസിച്ചാണല്ലോ ഇവിടെ തുടങ്ങിയത്. എല്ലാ ടൈപ്പ് പശുക്കളും ഉണ്ട്. എല്ലാ ടൈപ്പും ഉണ്ട്. കുട്ടികൾ വരെ ഉണ്ട്. കുട്ടികൾ രാവിലെ ഒരു പാർട്ടി വന്ന് കുട്ടികളെ മേടിച്ചിട്ടുണ്ടോ? അടിപൊളി കുട്ടികൾ കേട്ടോ. കുട്ടികൾ എങ്ങനെയാണ്? കൃഷ്ണഗിരി എന്നുള്ളത് തന്നെയാണ്. അതും വീടുകളിൽ നിന്നുള്ള കുട്ടികൾ തന്നെയാണ്. ന്യായമായിട്ടുള്ള വിലയ്ക്ക് കൊടുക്കാൻ പറ്റും. വളരെ ന്യായമായിട്ടുള്ള റേറ്റിന് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. കുട്ടികളെ സെലക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു നല്ല ബ്രീഡിങ്ങിലൂടെ ഒരു നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാക്കി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കർഷകരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ അടിപൊളി കുട്ടികളെ. ഇതൊക്കെ ഏകദേശം എത്ര പ്രായം കാണുമായിരിക്കും? ഇതൊക്കെ ഒരു 6 മാസം ആകുമ്പോഴത്തേക്ക് ഈ സൈസ് എത്തിയ കുട്ടികളാണത്.
അതല്ലേ 6 മാസം പ്രായമായിട്ടേ ഉള്ളൂ. ഇത് നമ്മളെ അവിടെ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നതാണല്ലോ. ഇപ്പൊ ഫാം നമ്മള് 2 ഫാമിലിക്ക് പശു എടുക്കുന്നതാണല്ലോ. ഇതിപ്പോ ഇവിടെ തുടങ്ങിയിട്ട് 1 മാസമായി. അപ്പൊ ആ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പരിചയമുള്ളിടത്തുനിന്ന് തന്നെ എടുക്കുന്ന കുട്ടികളാണ്. മാന്യമായ റേറ്റിൽ തന്നെ ഞാൻ കൊടുത്തത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് അവിടെ നിന്ന് വളർന്നു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ കഴിയാതെ കിട്ടാതെ 1.5, 1.80, 1.60 ഒന്നിന്റെ പുറത്തേ നമ്മൾ ഇതിന് ചിന്തിക്കാൻ പാടുള്ളൂ. ഇതും ഈ കുട്ടിയുടെ ഒക്കെ ഒരു ബ്രീഡ് ക്വാളിറ്റി വെച്ചിട്ട് എന്തായാലും നമുക്കൊരു 20+ പാല് പ്രതീക്ഷിക്കാൻ പറ്റും. തീർച്ചയായും ഇങ്ങനത്തെ പശുക്കൾ തന്നെയാണല്ലോ 20-40 വരെ കറക്കുന്ന പശുക്കളൊക്കെ ഈ ടൈപ്പ് പശുക്കളാണ്. ഒറിജിനൽ മോഴയാണത്. അതെ.